ഹലോ! ഞാൻ ഈ ആസ്വദിച്ച് കഴിക്കുന്ന സംഭവം എന്താണെന്ന് അറിയണ്ടേ? പാനിപൂരിയാണ് ഞാൻ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയില, മല്ലിയില, ഒരു 3 പച്ചമുളക്, 3 അല്ല 2 ആയാലും കുഴപ്പമില്ല. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ആയാലും മതി. അതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. കുറച്ച് ഉപ്പും മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളത്തിൽ പുളി കുതിർക്കാനിടുന്നുണ്ട്. അത് കുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് അതിൻ്റെ ഫുൾ പൾപ്പ് വരുന്ന രീതിയിൽ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടിയും ഇച്ചിരി പോരം ഒന്ന് സ്വീറ്റ് അല്ലേ ഇത്, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് കുറച്ച് മസാലയും കൂടി ഇടുന്നുണ്ടേ. നോർമലി എല്ലാവരും ചാട്ട് മസാലയാണ് ഇടുന്നത്, ഞാനിവിടെ കറി മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാനിപൂരിയുടെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടുക, ഇല്ല നേരത്തെ ഇട്ടത് മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. മഞ്ഞൾപ്പൊടിയും മസാലയും സവാളയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാനിപൂരി റെഡിമെയ്ഡ് സാധനമാണ് കേട്ടോ ഇത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിനെല്ലാത്തിനും നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പാനിപൂരിയുടെ ഫില്ലിങ്സ് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ആദ്യം നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്സ് ആണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 പാനിയും കൂടെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ സക്സസ് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതായിരുന്നു കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എല്ലാവരും ഫേസും കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൊള്ളാമോ ഇല്ലേ എന്നുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ വീട്ടിലുള്ള മസാലകളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലെ പാനിപൂരി ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളും ഒരു പാനിപൂരി ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.